ജീസമോൾ മറ്റൊരു അഭയ. ജീസമോളുടെ കൊലപാതകം അട്ടിമറിച്ചതാര് പരമ്പരയുടെ മൂന്നാം ഭാഗം. തെളിവ് നശിപ്പിക്കലാണ് ഉണ്ടായിട്ടുള്ളത്. അത് വളരെ പ്രത്യക്ഷമായി തന്നെ നമുക്ക് ബോധ്യപ്പെടുന്ന ഏത് സാമാന്യ ബുദ്ധിയുള്ളവർക്കും, ഇച്ചിരി ബുദ്ധി കുറഞ്ഞവർക്ക് പോലും മനസ്സിലാവുന്ന തെളിവുകൾ നിരവധിയായ അന്വേഷണ ഏജൻസികളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. തൂങ്ങി മരിച്ചയാളുടെ ബോഡി പോലും കാണാതെ മരിച്ചു നിൽക്കുന്നത് കണ്ടു എന്ന് പറയുന്നതിനകത്ത്, ഒപ്പിടാൻ പറയുന്നതിനകത്ത് എന്തൊരു അനീതി, അന്യായമാണ്. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വളരെ കൃത്യമായ ഇടപെടൽ തെളിവ് നശിപ്പിക്കാനും തെളിവുകൾ എതിരാക്കാനും വേണ്ടി ഉണ്ടായി എന്നുള്ളത് അവിടെ തന്നെ തെളിഞ്ഞു. ഇതിന് ദൃക്സാക്ഷി എന്നുള്ള നിലയിൽ വിവരണം നൽകുന്ന ഈ പറയുന്ന ഇവരുടെ ഇടവക വികാരിയായിരുന്ന തങ്കച്ചൻ ഞാളിയത്ത് എന്ന് പറയുന്ന പുരോഹിതൻ്റെ വിവരണമാണ്. അദ്ദേഹം നേരിൽ കണ്ടതുപോലെ പറയുന്നത്, വിരൽ ഇങ്ങനെ സ്റ്റൂളെ തൊടാൻ പാകത്തിന് നിൽക്കുകയായിരുന്നു. വിരൽ നേരിൽ കാണാത്ത ആൾക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഈ സംഭവം നടന്നപ്പോൾ അയാൾ അവിടെ ഉണ്ടായിരുന്നു. കേസ് മുറുകുന്നു എന്ന് കണ്ടപ്പോൾ ആദ്യം ഡയറക്ടറായ പോൾ പയ്യപ്പള്ളിയും അതേ തുടർന്ന് തങ്കച്ചൻ ഞാളിയത്ത് എന്ന് പറയുന്ന കത്തനാരും അയർലൻഡിലേക്ക് നാട് കടന്നു. 2 വർഷത്തിന് ശേഷം അത് തിരിച്ചു വരുന്നത്. ഒരു 4 നില കെട്ടിടമാണ്. പള്ളിമുറിയിൽ നിന്ന് നേരിട്ടൊരു വഴി ഇതിൻ്റെ പിന്നാമ്പുറത്തേക്ക് വരികയും നേരെ ഒറ്റ ഗോവണി, ഇരുമ്പ് ഗോവണിയാണ്. 4ാം നിലയിലേക്ക് കൃത്യമായി എത്തുന്ന ഒരു ഗോവണി. അതിനിടയ്ക്കുള്ള ഒരു നിലയിലേക്കും അതിൻ്റെ ആക്സസ് ഇല്ല. ഈ 4ാം നില എന്ന് പറയുന്ന ആര് താമസിക്കും? കന്യാസികൾ താമസിക്കുന്ന സ്ഥലമാണ്. ഏറ്റവും അടിനിലയിലും ഏറ്റവും മുകളിലും കന്യാസികൾ താമസിക്കുന്ന സ്ഥലമാണ്. ഇത് ആരും കാണാതെ തന്നെ പള്ളിയുടെ അവിടുന്ന് രഹസ്യമായി രാത്രി കാലങ്ങളിൽ സഞ്ചാരത്തിന് ഒരു സാഹചര്യമാണിത്. പുരോഹിതരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോകാതിരിക്കുക, അതൊരു അപകട മേഖലയാണെന്ന് ഇനിയെങ്കിലും ജനം തിരിച്ചറിയുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു അകലം പാലിക്കുന്ന എപ്പോഴും നല്ലത്. അതായത് ഈ പറയുന്ന കുട്ടി കൊല്ലപ്പെട്ട രാത്രിയിൽ തൊട്ടടുത്ത മുറിയിലെ വാതിലിൽ ആരോ തട്ടുന്നതായും കഥക് തുറന്ന് ഇപ്പോൾ ആളെ കാണാനില്ലാതായതും ആയി ഒരു മൊഴിയുണ്ട്. തന്നെയുമല്ല, ആ വാതിലിൻ്റെ തൊട്ടടുത്ത ഭിത്തിയിൽ ഒരാളുടെ രക്തം പുരണ്ട കൈപ്പത്തിപ്പാടുണ്ടായിരുന്നു. ഈ പറയുന്ന എല്ലാ ചോരപ്പാടുകളും പോലീസ് വരുന്നതിന് മുമ്പ് കന്യാസികൾ കഴുകി വൃത്തിയാക്കിയിരുന്നു, മുറി ഉൾപ്പെടെ. അതെന്തിനു വേണ്ടിയിട്ടാണ്? നശിപ്പിക്കപ്പെടുന്നത്, നഷ്ടപ്പെടുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ സമ്പത്തും ഭാവിയുമാകേണ്ട ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും അതുപോലെ തന്നെ കുടുംബങ്ങളുമാണ്. ഇവരുടെ കാരണം എത്രയോ കുടുംബങ്ങൾ ശിഥിലമായിരിക്കുന്നു, ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ തകർന്നിരിക്കുന്നു. കത്തോലിക്ക സഭയിലെ കാമാർത്തി പൂണ്ട കുർബാന തൊഴിലാളികൾ നശിപ്പിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയ തൃശൂർ പാവറട്ടി സാന്റ് ജോസ് നഴ്സിംഗ് സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്ന ജീസമോൾ എന്ന 3ാം വർഷ ജനറൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ കൊലപാതകം കത്തോലിക്ക സഭയുടെ കാശ് മേടിച്ചു നക്കിയ നാറികൾ സംയുക്തമായി ചേർന്ന് അട്ടിമറിച്ചതിന്റെ യാഥാർത്ഥ്യം തേടി i2 ന്യൂസ് ആരംഭിച്ച ജീസമോളുടെ കൊലപാതകം അട്ടിമറിച്ചതാര് എന്ന പരമ്പരയുടെ 3ാം ഭാഗമായ ഇന്ന് കാത്തലിക് റിഫോർമേഷൻ മൂവ്മെന്റ് ചെയർമാൻ ശ്രീ കെ ജോർജ് ജോസഫുമായുള്ള അഭിമുഖമാണ്. 2015 മുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പല ഇടപെടലുകളും അന്വേഷണങ്ങളും നടത്തിയ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളുടെയും അന്വേഷണത്തിന്റെയും പശ്ചാത്തലത്തിൽ KCRMന്റെ മുഖപത്രമായ സത്യജ്വാലയുടെ 2020 ഡിസംബർ മുതലുള്ള ലക്കങ്ങളിൽ പ്രസിദ്ധീകരിച്ച പരമ്പരകളുടെ പുസ്തകാവിഷ്കാരമാണ് ജീസമോൾ മറ്റൊരു അഭയ. അഭയയുടെ കൊലപാതകത്തിൽ സംഭവിച്ചതുപോലെ തന്നെ അന്വേഷണത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും വളരെ ആസൂത്രിതമായി തെളിവുകൾ നശിപ്പിക്കുവാനും കേസ് അട്ടിമറിക്കുവാനും ഉള്ള ശ്രമങ്ങൾ ജീസമോളുടെ കൊലപാതകത്തിലും ഉണ്ടായിട്ടുണ്ട്. ഈ കേസിന്റെ പ്രാരംഭഘട്ടങ്ങളിൽ ജീസമോളുടെ മാതാപിതാക്കളുടെ അജ്ഞത മുതലെടുത്ത് പല അട്ടിമറികളും നടത്തി സുപ്രധാനമായ പല തെളിവുകളും അന്വേഷണ ഉദ്യോഗസ്ഥർ നശിപ്പിച്ചു കളഞ്ഞു. അന്വേഷണത്തിന്റെ ബാലപാഠങ്ങൾ പോലും അറിയാത്തവരാണോ ഈ കേസ് അന്വേഷിച്ചത് എന്ന് ഇതിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കുമ്പോൾ നാം ഓരോരുത്തരും ചോദിച്ചു പോകും. സ്വന്തം അമ്മപെങ്ങന്മാരെ തിരിച്ചറിയുവാൻ വയ്യാത്ത, മക്കളെ തിരിച്ചറിയുവാൻ കഴിയാത്ത, കാമം മൂത്ത് കടിച്ചു കീറുക മാത്രമല്ല കൊന്ന് കെട്ടിത്തൂക്കുകയോ കിണറുകളിൽ തള്ളുകയോ ചെയ്യുന്ന ഈ നാണംകെട്ട മോന്മാരാണ് ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് സമൂഹത്തിൽ വർഗീയ ലഹള ഉണ്ടാക്കുവാൻ നോക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. പാതിരാത്രിയിൽ സൂര്യൻ ഉദിച്ചാൽ പള്ളിത്തന്തന്മാരുടെ യഥാർത്ഥ മുഖം നമുക്ക് ദർശിക്കാനാവും. ഇരുളിന്റെ മറവിൽ ഒരു ലോഹധാരി നശിപ്പിച്ചു കളഞ്ഞ ഒരു കുടുംബത്തിന്റെ അത്താണിയാകേണ്ടിയിരുന്ന ജീസമോളുടെ കൊലപാതകത്തെക്കുറിച്ച് ജീസമോൾ മറ്റൊരു അഭയ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവായ ശ്രീ കെ ജോർജ് ജോസഫ് തന്റെ ചിന്തകൾ പങ്കുവയ്ക്കുന്നു. ജോർജ് സാറേ, ഈ ജീസമോളുടെ മരണവുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ നമ്മൾ ഇടപെടുന്നത് എന്ന് മുതലാണ്, എങ്ങനെയാണ് ഈ വിഷയത്തിലേക്ക് എത്തുന്നത്? ഞങ്ങൾ വളരെ പഴയൊരു സംഘടനയാണ്. 90കളിൽ ആരംഭിച്ച് പാലായിൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന KCRM, കേരള കാത്തലിക് ചർച്ച് റിഫോർമേഷൻ മൂവ്മെൻറ്റ് എന്ന സംഘടനയാണ്.
അതിൻ്റെ നിലവിലെ ചെയർമാനാണ് ഞാൻ. ഞങ്ങൾ ഇത്തരം ഈ സംശയകരമായ സാഹചര്യത്തിൽ പള്ളിയും പട്ടക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടുകയും അതിന് പറ്റുന്ന നിയമ സഹായം ചെയ്യുകയും പ്രത്യക്ഷ സമരത്തിലൂടെ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സംഘടനയാണ്. നവീകരണം എന്നത് വളരെ ദുഷ്കരമായ ഒരു സംഭവമാണല്ലോ. പ്രത്യേകിച്ച് ഇത്രയധികം അടിമകൾ വിശ്വാസികളായുള്ള ഒരു സമൂഹത്തിൽ നവീകരണം വളരെ കഷ്ടം പിടിച്ചൊരു പണി തന്നെയാണ്. തന്നെയുമല്ല, അത് വളരെയധികം പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും ആക്രമണങ്ങളും ഉണ്ടാകാവുന്ന സാഹചര്യവും ഉണ്ട്. അത് മനസ്സിലാക്കിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടോ ഇതിൻ്റെ തുടക്കകാലത്തുള്ള സംഭവങ്ങളിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. 2015 അതിൻ്റെ പ്രത്യേക സാഹചര്യമുണ്ട്. തൃശ്ശൂർക്കാരനായ ആൻഡ്രോ കൊക്കാട്ട് എന്ന് പറയുന്ന ഒരാൾ ജോയിൻറ്റ് ക്രിസ്ത്യൻ കൗൺസിലിൻ്റെ സെക്രട്ടറി ആയിട്ട് വന്നു. ഇത്തരം ഈ സഭാ നവീകരണ പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനകളുടെ ഏകോപന സമിതിയാണ് ജോയിൻറ്റ് ക്രിസ്ത്യൻ കൗൺസിൽ. അപ്പോൾ അതിൻ്റെ സെക്രട്ടറിയായി ആൻഡ്രോ കൊക്കാട്ട് വന്നപ്പോൾ ആൻഡ്രോ കൊക്കാട്ടാണ് ഞങ്ങളുടെ ശ്രദ്ധയപ്പെടുത്തുന്നത്, തൃശ്ശൂർ ഇങ്ങനെയൊരു സംഭവമുണ്ട്, അതിൻ്റെ ഒരു പ്രതിഷേധ യോഗം എല്ലാ വാർഷിക ദിനങ്ങളിലും തൃശ്ശൂർ നടക്കുന്നുണ്ട്, അതായത് ഡിസംബർ 5 അതിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിലൊന്ന് പങ്കെടുക്കുക എന്ന് പറഞ്ഞതനുസരിച്ച് ഞാനും അന്നത്തെ സെക്രട്ടറിയായ ജോർജ് മുലച്ചാലിലും കൂടിയാണ് ആ യോഗത്തിൽ ചെന്ന് സംസാരിക്കുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും കാലത്തെ സംഭവങ്ങൾ ഞങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എന്നാൽ അവിടുത്തെ സമരത്തിൻ്റെ രൂക്ഷത പിന്നീട് പല നോട്ടീസ്, പത്രവാർത്തകൾ, പിന്നെ ബിന്നി പറഞ്ഞുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ ആക്ഷൻ കൗൺസിലിൻ്റെ ചെയർമാനായിരുന്ന ശ്രീധരൻ തേറമ്പിൽ പറഞ്ഞിട്ടുള്ള അനുഭവങ്ങൾ, ഇതെല്ലാം എനിക്ക് നേരിട്ട് അറിയുകയും ചെയ്യാം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഇതേക്കുറിച്ച് കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ഞാൻ നിരീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, കേരളത്തിലെ ഏറ്റവും പ്രബലമായ സുറിയാനി കത്തോലിക്ക കേന്ദ്രമാണ് തൃശ്ശൂർ. ആ തൃശ്ശൂർ രൂപതയുടെ പരിധിയിൽ വരുന്ന പള്ളിയാണ് ഈ പറയുന്ന പാവറട്ടി പള്ളി. ആ പള്ളിയിൽ ഇടവകക്കാർ പണം സ്വരൂപിച്ചുണ്ടാക്കിയ ആശുപത്രിയാണ് ഈ സാന്റ് ജോസ് ഹോസ്പിറ്റൽ. അവിടുത്തെ നഴ്സിംഗ് ബാച്ചിൽപ്പെട്ട കുട്ടിയായിരുന്നു ഈ പറയുന്ന കൊല്ലപ്പെട്ട ജീസാമോൾ. കൊല്ലപ്പെട്ടു എന്ന് തന്നെ ഞാൻ പറയും, കാരണം സാഹചര്യം അങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ കുട്ടി കൊല്ലപ്പെട്ട സാഹചര്യങ്ങൾ നിരവധിയായ തെളിവുകളിലൂടെ നമ്മുടെ മുമ്പിലെത്തി. അതുകൊണ്ട് തന്നെ ഇതിൽ സജീവമായ ഒരു ഇടപെടലും പറ്റുന്നത്ര ഒരു പരിഹാര ശ്രമവും നടത്തണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതിന് പ്രകാരം പറ്റുന്ന യോഗങ്ങളിലെല്ലാം സംബന്ധിക്കുക. ഞങ്ങൾ എറണാകുളത്ത് വരെ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. പക്ഷേ അതിനൊക്കെ അതിജീവിക്കാൻ പറ്റുന്ന, കവി പറഞ്ഞിട്ടുണ്ടല്ലോ, ദീർഘങ്ങളാം കൈകൾ നൽകി അത്ര രൂപതയെ സംരക്ഷിക്കുന്നു ഈശ്വരൻ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഏത് പ്രതിഷേധത്തെയും വില കൊടുത്തോ നിയമപരമായോ ഇല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയോ വരുതിയിൽ വരുത്തുക എന്നുള്ളത് സഭയുടെ ഒരു നിലവിലെ ഐഡൻറ്റിറ്റി തന്നെയാണ്. സഭ അതിനുവേണ്ടിയാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ കണ്ടെത്തൽ. ഈ ദൈവരാജ്യം പ്രസംഗിക്കുകയോ ദൈവരാജ്യം കൊണ്ടുവരികയോ സ്നേഹത്തിൻ്റെ സുവിശേഷം പറയുകയോ ഒന്നുമല്ല അവരുടെ ദൗത്യം. ഇപ്പോൾ പണമുണ്ടാക്കുക, അത് അളവില്ലാതെ ഉണ്ടാക്കുക, കണക്കില്ലാതെ ചെലവഴിക്കുക, അങ്ങനെ എല്ലാത്തിനെയും സ്വന്തം കീഴിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു അജണ്ടയും പ്രവർത്തിക്കുന്ന വളരെ നിഗൂഢമായ ഒരു സംഘമായി, അത് ചരിത്രത്തിൽ നമ്മൾ ധാരാളം പഠിച്ചിട്ടുണ്ട്. ആ ചരിത്രം ആവർത്തിക്കപ്പെടുന്നു എന്നുള്ള കേരളത്തിൻ്റെ ഏറ്റവും വലിയ ദുർഗതിയാണ്. ഈ ആധുനിക കാലത്തും ഇത് വിജയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായി തോന്നുന്നത്. അതിനൊരു പരിഹാരം ഉണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ ശ്രമത്തിൻ്റെ ഒരു ലക്ഷ്യം. സാർ, ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ഈ ജിസമ്മോളുടെ കുടുംബത്തെ സംബന്ധിച്ചുള്ളൂ ഒരു സാധാരണ കുടുംബം, ഒരു സാധാരണ വലിയ സാമ്പത്തിക നിലയൊന്നുമില്ലാതെ ഉള്ള ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടിയായിരുന്നു ജിസമ്മോൾ. അന്നേരം ആ ഒരു കുടുംബത്തിൽ പെട്ടെന്ന് പ്രകാരം ഒരു മരണമുണ്ടാകുമ്പോൾ ആ മരണമുണ്ടാക്കുന്ന ആ ഒരു ഞെട്ടലിൽ ആ കുടുംബം നിൽക്കുമ്പോൾ പല വിലപ്പെട്ട കാര്യങ്ങളും അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ പോകും. ഒന്ന്, ഇത്തരം മരണങ്ങൾ ഉണ്ടായാൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നിയമപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ, അങ്ങനെ പിന്നെ ഇത്തരം കേസുകളുടെ പുറകെ പോകാനുള്ള സാമ്പത്തിക സ്ഥിതി, പിന്നെ അതുപോലെ സഭകളുടെയും മറ്റ് ആളുകളുടെയും ഇൻഫ്ലുവൻസ്, മറ്റു കുടുംബക്കാരുടെ ഇടപെടൽ, അങ്ങനെ അവരെ സംബന്ധിച്ചുള്ള അവർക്ക് സുഗമമായിട്ട് ഒരു നീതിക്ക് വേണ്ടി അവർക്കൊരു നല്ല പോരാട്ടം നടത്താൻ സാധിക്കത്തില്ല. പല പ്രതിബന്ധങ്ങളുമുണ്ട്. അങ്ങനെ വിലപ്പെട്ട 15 വർഷങ്ങളാണ് പോയത്. അന്നേരം സാറിൻ്റെ ഒരു കണ്ടെത്തൽ എന്താ? എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അമ്മ
കഴിഞ്ഞ 20 കൊല്ലക്കാലം ഇതിനുവേണ്ടി തന്നെ ഊണും ഉറക്കവും അളച്ച് ഇതിൻ്റെ പുറകെ നിന്നിട്ട് പോലും ഈ കേസിനെ ഇവർക്ക് ഇത്രയും വളരെ മെറ്റിക്കുലസ്ലി ഇവർക്ക് അട്ടിമറിക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? ആ വിലപ്പെട്ട 15 കൊല്ലങ്ങളിൽ ഉണ്ടായ ഒരു പാളിച്ച എന്താണെന്നാണ് സാറിന് തോന്നുന്നത്? തെളിവ് നശിപ്പിക്കലാണ് ഉണ്ടായിട്ടുള്ളത്. അത് വളരെ പ്രത്യക്ഷമായി തന്നെ നമുക്ക് ബോധ്യപ്പെടുന്ന ഏത് സാമാന്യ ബുദ്ധിയുള്ളവർക്കും, ഇച്ചിരി ബുദ്ധി കുറഞ്ഞവർക്ക് പോലും മനസ്സിലാവുന്ന തെളിവുകൾ നിരവധിയായ അന്വേഷണ ഏജൻസികളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. അതിപ്പോൾ അമ്മ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ആ തെളിവുകൾ നശിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ആ പറയുന്ന കുടുംബത്തിനില്ലാതെ പോയി. അതാണ് തുടക്കത്തിലുണ്ടായ ഒരു പാഴ്ച. പക്ഷേ എന്തോ ഒരു സൂചന കിട്ടിയപ്പോൾ തന്നെ അവർ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അന്വേഷണം ശരിയായ രീതിയിലല്ല എന്നുള്ള നിലയിൽ പരാതി പോയിട്ടുണ്ട് തുടക്കം തന്നെ. ഇതിനുണ്ടായ സംഭവത്തിന് ഡിസംബർ 24 തന്നെ പരാതി പോയി. വെറും 19 ദിവസം കഴിഞ്ഞപ്പോൾ പരാതി പോയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തോ തിരുമറി നടന്നു എന്നുള്ളൊരു സംശയം ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് എൻ്റെ അടുത്ത്. സംശയിക്കത്തക്ക ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, പിതാവിനോട് തന്നെ ഞാനിത് കണ്ടു എന്ന തരത്തിലൊരു ദൃക്സാക്ഷി എന്ന തരത്തിലൊരു ലെറ്റർ മേടിക്കാനുള്ള ശ്രമം, മൊഴിയിൽ മഹസർ രേഖയിൽ ഒപ്പിടാൻ പറഞ്ഞു. ആ പിതാവ് അതിനെ എതിർക്കുക മാത്രമല്ല ആക്രമിക്കാൻ വരെ, പോലീസുകാരെ ആക്രമിക്കാൻ വരെ തയ്യാറാവുകയും ചെയ്തു. അത്രയ്ക്ക് ഒരു സംഘർഷഭരിതമായ സാഹചര്യമാണുള്ളത്. കാരണം അത്രയും കടുത്ത ആരോപണമാണല്ലോ അപ്പൻ്റെ നേരെ ഉന്നയിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. തൂങ്ങി മരിച്ചയാളുടെ ബോഡി പോലും കാണാതെ മരിച്ചു നിൽക്കുന്നത് കണ്ടു എന്ന് പറയുന്നതിനകത്ത്, ഒപ്പിടാൻ പറയുന്നതിനകത്ത് എന്തൊരു അനീതി, അന്യായമാണ്. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വളരെ കൃത്യമായ ഇടപെടൽ തെളിവ് നശിപ്പിക്കാനും തെളിവുകൾ എതിരാക്കാനും വേണ്ടി ഉണ്ടായി എന്നുള്ളത് അവിടെ തന്നെ തെളിഞ്ഞു. അത് ബിന്നിയുടെ അനിയത്തിയുടെ ഭർത്താവ് ഒപ്പിട്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. അത് തന്നെ ഒരു തെറ്റായ തുടക്കമാണ്. എന്തായാലും അതേ തുടർന്ന് ഈ പറയുന്ന കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ട് അത് പുറത്തു വരാൻ കുറേ വൈകി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൊടുക്കാനും 6 മാസം, അതായത് 2006 ജൂണിൽ മറ്റാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുന്നത്. അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴാണ് ഗുരുതരമായ എന്തോ പിഴവ് സംഭവിച്ചു എന്ന് ഇവർക്ക് വ്യക്തമാകുന്നു. അത് കാരണം ഭക്ഷണം ദഹിക്കാതെ ആമാശയത്തിൽ കാണുന്നു. അത്താഴം കഴിച്ച് ഭക്ഷണം ദഹിക്കാതെ ആമാശയത്തിൽ കാണണമെങ്കിൽ മിനിമം അത്താഴം കഴിച്ചിട്ട് ഒരു 3 മണിക്കൂറിനുള്ളിൽ മരണം നടന്നിട്ടുണ്ട്. 3 മണിക്കൂർ കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഭക്ഷണം ദഹിക്കും. മറ്റൊന്ന് സെവൻ ഉണ്ട് എന്ന് പറയുന്നു. അവിടെ ഒരു പുരുഷ സാന്നിധ്യത്തിനുള്ള യാതൊരു സാഹചര്യം ഇല്ലാത്തൊരു സ്ഥലമാണ്. ആകെയുള്ളത് അവിടെയുള്ള ഡയറക്ടർ എന്ന് പറയുന്ന പുരോഹിതനാണ്. പിന്നെ അവിടെ അതിൻ്റെ ഒരു 4 ദിവസം മുമ്പ് ഒരു ധ്യാനം നടന്നതായി പറയുന്നുണ്ട്. അവരെ വന്നതും പുരോഹിതരാണ്. അവരെ ഒന്നുകിൽ പിന്നെയുള്ളത് സംശയ സാഹചര്യമുള്ളത് ഇതിന് ദൃക്സാക്ഷി എന്നുള്ള നിലയിൽ വിവരണം നൽകുന്ന ഈ പറയുന്ന ഇവരുടെ ഇടവക വികാരിയായിരുന്ന തങ്കച്ചൻ ഞാളിയത്ത് എന്ന് പറയുന്ന പുരോഹിതൻ്റെ വിവരണമാണ്. അദ്ദേഹം നേരിൽ കണ്ടതുപോലെ പറയുന്നത് വിരലിങ്ങനെ സ്റ്റൂളെ തൊടാൻ പാകത്തിന് നിൽക്കുകയായിരുന്നു. വിരൽ നേരിൽ കാണാത്ത ആൾക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഈ സംഭവം നടന്നപ്പോൾ അയാൾ അവിടെ ഉണ്ടായിരുന്നോ? തെളിയിക്കപ്പെടണ്ടേ? ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ സാഹചര്യം കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അയാളുടെ സാന്നിധ്യത്തിലാണ് ഈ കുട്ടിയെ തൂക്കിയത്, അല്ലെങ്കിൽ തൂക്കിയെന്ന് വരുത്തി തീർത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ലിഗേച്ചർ മെറ്റീരിയൽ, അതെ, ഈ പറയുന്ന പോലീസിൻ്റെ തെളിവെടുപ്പിലെ ആത്മഹത്യ തൂങ്ങി മരിച്ചു എന്നുള്ളതിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ലിഗേച്ചർ മെറ്റീരിയൽ. അത് അന്ന് കൊടുത്തിട്ടില്ല, പോലീസ് ചോദിച്ചിട്ടില്ല. 3-ാം ദിവസം ഈ പറയുന്ന സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പലായ മോഡസ്റ്റ അവർ കൊണ്ടുചെന്ന് ഹാജരാക്കുകയാണ് ചെയ്തത്. അതാണോ പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ ഒരു നടപടിക്രമം? കിട്ടിയില്ലേ പിടിച്ചു മേടിക്കണ്ടേ? അത് നടത്തിയിട്ടില്ല. തന്നെയുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഈ സമര കോലാഹലങ്ങളുണ്ടായി. ജീസാമോൾ ആക്ഷൻ കൗൺസിൽ ഉണ്ടായി. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറഞ്ഞു പോകുന്നതോടെ ജീസാമോൾ ആക്ഷൻ കൗൺസിൽ നിലവിൽ വന്നു. അവിടുത്തെ തൃശ്ശൂരെ ഒരു പൊതുപ്രവർത്തകനായ ശ്രീധരൻ തേറമ്പിൽ എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിലാണ് ആക്ഷൻ കൗൺസിൽ ഉണ്ടാകുന്നത്. ആന്റണി ചിറ്റാട്ടുകര എന്ന് പറയുന്ന ബിന്നിയുടെ അമ്മാവനായ ഒരു അധ്യാപകനും അതിന് നേതൃസ്ഥാനത്തുണ്ടായിരുന്നു. ഇവർ കൂടി സമരം നടത്തിയ പ്രതിഷേധ യോഗങ്ങളും വിശദീകരണ യോഗങ്ങളും നടത്തുമ്പോൾ അവിടെയെല്ലാം പള്ളിക്കുട്ടകൾ വന്ന് ആക്രമണം നടത്തുമായിരുന്നു. ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു, ആത്മഹത്യയാണോ എന്ന് സംശയമുണ്ട്, അന്വേഷണം നടത്തണം, അതിന് തക്കതായ സാഹചര്യങ്ങളുണ്ട് എന്ന് പറയുന്നൊരു യോഗത്തിൽ വന്ന് എന്തൊരു പള്ളിക്കാർ ബഹളം ഉണ്ടാക്കണം? അത് തന്നെ സംശയകരമല്ലേ? തന്നെയുമല്ല, ഈ പറയുന്ന സമരവും കോലാഹലവും മുറുകി കേസ് മുറുകുന്നു എന്ന് കണ്ടപ്പോൾ ആദ്യം ഡയറക്ടറായ പോൾ പയ്യപ്പള്ളിയും അതേ തുടർന്ന് തങ്കച്ചൻ ഞാളിയത്ത് എന്ന് പറയുന്ന കത്തനാരും അയർലൻഡിലേക്ക് നാട് കടന്നു. 2 വർഷത്തിന് ശേഷം അത് തിരിച്ചു വരുന്നത്. എന്തിന്? ഇവരെ അടിയന്തരമായി അങ്ങോട്ട് ആരെങ്കിലും ക്ഷണിച്ചോ? ഇല്ലെങ്കിൽ അവിടെ അടിയന്തരമായി അവിടെ പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് അവർ വിശദീകരിക്കണം.
അപ്പം നിരവധിയായ സാഹചര്യങ്ങൾ ഇത്തരത്തിൽ നിൽക്കുന്നുണ്ട് സംശയകരമായി. കുട്ടിയുടെ മാതാപിതാക്കൾ പറഞ്ഞ ഏറ്റവും പ്രൈം അക്യൂസ്ഡ് എന്ന് പറയുന്നത് ഈ പോൾ പയ്യപ്പള്ളി ആശുപത്രി ഡയറക്ടറും ഇടവക വികാരിയുമാണ്. ഇടവക വികാരി എന്നുള്ള സ്ഥാനത്തിന് കിട്ടുന്ന ഇതാണ് ഡയറക്ടർ സ്ഥാനം. അതുകൊണ്ട് ഇടവക വികാരി ആയതുകൊണ്ട് ഡയറക്ടറായി മാറിയതാണ്. ജിസമോളുടെ ശരീരത്തിൽ ബി പോസിറ്റീവ്, വസ്ത്രത്തിലോ ബി പോസിറ്റീവായിട്ടുള്ള രക്തം കണ്ടു എന്നും പറയുന്നു. സെമനും അടിവസ്ത്രത്തിൽ കണ്ടതായിട്ടും പറയുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ബി പോസിറ്റീവിൻ്റെ ഉടമ ആരാണെന്ന് കണ്ടെത്തുവാൻ, അന്നേരം ഏറ്റവും സംശയം പ്രകടിപ്പിച്ചേക്കുന്ന ഈ പാതിരിയാണെന്നുണ്ടെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ട ഒരു രേഖകളിൽ പോലും ഈ പ്രൈം അക്യൂസ്ഡിനെ ഒരു രക്തപരിശോധന നടത്തിയതായിട്ട് കാണുന്നില്ല. അത് തന്നെ ഒരു വളരെ ഗുരുതരമായ ഒരു പാളിച്ചയല്ലേ, വീഴ്ചയാണ്. അതെ, വളരെ ശരിയാണ്. അത് തന്നെയാണ് നമ്മുടെയും ആക്ഷേപം. എന്തുകൊണ്ട് സംശയസ്ഥാനത്ത് നിൽക്കുന്ന ആളിൻ്റെ രക്തപരിശോധനാ റിപ്പോർട്ടോ സെമൻ പരിശോധനാ റിപ്പോർട്ടോ ഇതിൻ്റെ കൂടെ ഇല്ല? തന്നെയുമല്ല, ഇവർ മുങ്ങിയതിൻ്റെ സാഹചര്യം എന്താണെന്ന് വിശദീകരിക്കുന്നില്ല. മാത്രമല്ല, ഇവിടെ സംശയകരമായ മറ്റു ചില ചുറ്റുപാടുകൾ കൂടിയുണ്ട്. ഈ സ്ഥാപനം ഞാൻ പോയി നേരിട്ട് കണ്ടതാണ്. ഒരു 4 നില കെട്ടിടമാണ്. പള്ളിമുറിയിൽ നിന്ന് നേരിട്ടൊരു വഴി ഇതിൻ്റെ പിന്നാമ്പുറത്തേക്ക് വരികയും വേറെ ഒറ്റ ഗോവണി, ഇരുമ്പ് ഗോവണിയാണ്. 4ാം നിലയിലേക്ക് കൃത്യമായി എത്തുന്ന ഒരു ഗോവണി. അതിനിടയ്ക്കുള്ള ഒരു നിലയിലേക്കും അതിൻ്റെ ആക്സസ് ഇല്ല. ഈ 4ാം നില എന്ന് പറയുന്ന ആര് താമസിക്കും? കന്യാസികൾ താമസിക്കുന്ന സ്ഥലമാണ്. ഏറ്റവും അടിനിലയിലും ഏറ്റവും മുകളിലും കന്യാസികൾ താമസിക്കുന്ന സ്ഥലമാണ്. ഇതാരും കാണാതെ തന്നെ പള്ളിയുടെ അവിടുന്ന് രഹസ്യമായി രാത്രി കാലങ്ങളിൽ സഞ്ചാരത്തിന് ഒരു സാഹചര്യമാണിത്. ഞാൻ കണ്ടിട്ടില്ല, സാഹചര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷേ അത്തരത്തിലൊരു ഗോണി സംവിധാനം ഇവിടെ ഉണ്ട്. പെട്ടെന്ന് ആരെയും കണ്ണിപ്പെടാത്ത തരത്തിൽ കെട്ടിടത്തിൻ്റെ പിന്നാമ്പുറത്താണ്. ആ കെട്ടിടത്തിൻ്റെ രൂപം തന്നെ വിചിത്രമാണ്. അതിന് ചുറ്റിൽ വരാന്തി ഒന്നുമില്ല. വെറുതെ സിമെന്റ് കട്ട പോലെ ഉയർന്നു നിൽക്കുന്ന ഒരു കെട്ടിടം. വിചിത്രമായ രൂപം. ഞാൻ ആ കെട്ടിടം കണ്ടിട്ട് ആവശ്യകതയനുസരിച്ച് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ഒരു സംവിധാനം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനിപ്പോൾ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ തെളിവൊന്നുമില്ല. പക്ഷേ ഏത് പൊട്ടക്കണനും കണ്ടാൽ സംശയം തോന്നുന്ന ഒരു സാഹചര്യം അവിടെ നിലവിലുണ്ട്. അകത്തുകൂടി വേറെ ഗോവണി ഉണ്ട്. ഗോവണി ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഒരു ഗോവണി ആവശ്യമാണ്. അകത്തുകൂടി വേറെ ഗോവണിയുണ്ട്. ഇതൊരു എമർജൻസി എസ്കേപ്പ് എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെയുമല്ല, 1, 2 നില, 4 നിലയുണ്ട്. 4ാം നിലയിലേക്കുള്ള ആക്സസ് ആണ് ഈ ഗോവണി. എന്താണ് ഇവിടെ നടക്കുന്നത്? ഇത് ദൈവരാജ്യമാണോ പിശാചിൻ്റെ രാജ്യമാണോ എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. അതുകൊണ്ട് ഈ സഭയുമായി ബന്ധപ്പെട്ട്, കത്തോലിക്ക സഭയെന്നല്ല, ഈ പുരോഹിതരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോകാതിരിക്കുക. അതൊരു അപകട മേഖലയാണെന്ന് ഇനിയെങ്കിലും ജനം തിരിച്ചറിയുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു അകലം പാലിക്കുന്ന എപ്പോഴും നല്ലത്. ഇപ്പോൾ ഇത്തരം ഒരു മരണം ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് ഇതിപ്പോൾ ലോക്കൽ പോലീസ് തൊട്ട് CBI വരെയുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസികൾ വരെ അന്വേഷിക്കുകയും ഏറ്റവും പരമോന്നത നീതിപീഠത്തിൽ വരെ ഇതുമായി പോവുകയും ചെയ്തു. അവിടെയെല്ലാം വളരെ ടാക്ട്ഫുള്ളായിട്ട് ഇതിനെല്ലാം അട്ടിമറിക്കുകയാണ് ചെയ്തത്. അന്നേരം ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം ഈ സഭയുടെ കയ്യിലുള്ള പരിധിയില്ലാത്ത ഈ സമ്പത്തും ഇവരുടെ പരിധിയില്ലാത്ത അധികാരവും ഇത് വെച്ചുള്ള ഒരു സമാന്തര സംവിധാനങ്ങൾ കൊണ്ടല്ല ഇവർ ഇത്തരത്തിലുള്ള എല്ലാ കേസുകളെയും മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അതെ, അതിലെന്താ സംശയം? നേർച്ചപ്പെട്ടിയിൽ വീഴുന്ന പണത്തിന് ആർക്കാ എവിടെയാണ് കണക്ക്? സംഭാവന കിട്ടുന്ന പണത്തിന് എവിടെയാണ് കൃത്യമായി രസീത് കൊടുക്കുക? ഈ പുരോഹിതരുടെ കയ്യിൽ നിന്നും രസീത് മേടിക്കാൻ ആരെങ്കിലും ധൈര്യപ്പെട്ട് ചോദിക്കുന്നവരുണ്ടോ? അങ്ങനെ ചോദിക്കാൻ ധൈര്യമുള്ളവർ കൊടുക്കുമോ? കൊടുക്കാറില്ല. കൊടുക്കുന്നവർ അച്ഛനിരിക്കട്ടെ, ഇടത്തെ പോക്കലിലും വലത്തെ പോക്കലിലും ഇടുന്നു. അവരുടെ സൗകര്യത്തിന് അവർ ചെലവഴിക്കുന്നു. കോടികളൊന്നും വേണ്ടെന്നേ, ആയിരങ്ങൾ മതി. ഇല്ലെങ്കിൽ കോടികളുള്ള സ്ഥലം വേറെ ഉണ്ടല്ലോ അവരുടെ കയ്യിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം വിലയ്ക്ക് മേടിക്കുന്ന ഒരു സംവിധാനമാണ് സഭയുടെ കയ്യിലുള്ളത്. അന്നേരം ഇപ്പോൾ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇപ്പോൾ CBI വന്നു, എല്ലാം ശരിയാവും, അല്ലെ അന്വേഷിക്കുമെന്ന് പറഞ്ഞ് സിനിമാ കഥകളിൽ മാത്രം മോശം. കാരണം ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും കാണിച്ച അതേ മിസ്റ്റേക്കുകളും അതേ നെഗ്ലിജൻസും അതേ നിരുത്തരവായ പ്രവർത്തനങ്ങളല്ല ഇവരും ചെയ്തത്. കാരണം ഇതിനകത്ത് ഏറ്റവും പ്രധാനമായ തെളിവുകളെന്ന് പറയുന്ന, അതല്ലെങ്കിൽ ഇതൊരു കൊലപാതകമാണെന്ന് നിസ്സംശയം പറയാവുന്ന തരത്തിലുള്ള ലഭ്യമായ ആ തെളിവുകളെക്കുറിച്ച് യാതൊരു അന്വേഷണങ്ങളും, പ്രത്യേകിച്ച് ആ വസ്ത്രത്തിൽ കണ്ട രക്ത ആരുടെയായിരുന്നു, സെമൻ ആരുടെയായിരുന്നു, ഇത് പരിശോധിച്ചാൽ തന്നെ പ്രാഥമികമായി ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളിലേക്ക് എത്താമെന്നിരിക്കെ ഈ ഒരു ഒറ്റ അന്വേഷണ ഏജൻസിയും ഇത് കണ്ടെത്തിയില്ല എന്നുള്ളതും, അതുപോലെ തന്നെ ഇത് മാനിപ്പുലേറ്റ് ചെയ്യുവാൻ, ഈ കേസ് അട്ടിമറിക്കുവാനായിട്ട് തന്നെ കൺസേൺഡ് അന്വേഷണ ഉദ്യോഗസ്ഥൻ, പ്രാഥമികമായി അന്വേഷണം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ
ഇത് അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ഇത് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് കണ്ടെത്തി ജില്ലാ പോലീസ് മേധാവി അവരെ ശിക്ഷിച്ചതായിട്ടും കാണുന്നു. ശിക്ഷിച്ചില്ല, ഷോക്കോസ് കൊടുത്തതുള്ളൂ. അയാൾ ആ അന്വേഷണ ഉദ്യോഗസ്ഥനായ വിജയകുമാർ കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിച്ചു. അയാൾ റിട്ടയർ ചെയ്ത് പോവുകയും ചെയ്തു. 3 വർഷത്തിന് ശേഷം മറ്റോ റിട്ടയർ ചെയ്ത് വയ്ക്കാം. ഇപ്പം CBI പോലൊരു അന്വേഷണ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് സാധാരണഗതിയിൽ ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷനിലുള്ള ഒരു SI പോലും അല്ലെങ്കിൽ ഒരു SHO പോലും ഒരു ഇൻഫ്ലുവൻസ് ഇല്ലാതെ അല്ലെങ്കിൽ ഒരു നേട്ടം ഉണ്ടാകാതെ ഇങ്ങനെയുള്ള അട്ടിമറിക്കുവാനായിട്ട് അവർ ശ്രമിക്കാറില്ല. അതിൽ നിന്ന് തന്നെ കൃത്യമായിട്ടും അത് ഒരു സാമാന്യ ബോധമുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥർ മനസ്സിലാകത്തില്ല. ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ സംതിങ് ഫൗൾ ഉണ്ട് എന്ന് പ്രാഥമികമായി ഒരു ഇൻഡിക്കേഷൻ അല്ലേ അത്? അതെ, അതിൽ ഈ ഷോക്കോസിൽ പ്രത്യേകം പറയുന്നുണ്ട്, ലിഗേച്ചർ മെറ്റീരിയൽ യഥാസമയം കളക്ട് ചെയ്തില്ല. അതുപോലെ തന്നെ എവിഡൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇടത് കൈയിലെയും വലത് കൈയിലെയും ടേപ്പ് കൊണ്ട്, അതായത് ലിഗേച്ചർ മെറ്റീരിയൽ എന്തെങ്കിലും നൂലുകളോ എല്ലാം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ടേപ്പ് സ്റ്റിക്ക് ചെയ്തെടുക്കണമായിരുന്നു. അത് ഒരു കയ്യിലേ എടുത്തിട്ടുള്ളൂ, മറു കയ്യിലേ എടുത്തിട്ടില്ല. ഇങ്ങനെ ചില വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഷോക്കോസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ വീഴ്ചയാണെന്നുള്ള പോലീസിന് ബോധ്യപ്പെട്ടല്ലോ. അതൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ആദ്യമായി മൊഴിയെടുക്കുന്നതാണെങ്കിൽ പോലും അങ്ങനെ വരാൻ വഴിയില്ല. പിന്നെ ഇതുപോലെ ഈ സെമൻ മെറ്റീരിയൽ കണ്ടെത്തി എന്ന് പറഞ്ഞാൽ അത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അത് പരിശോധന നടത്തി ഇല്ല എന്നുണ്ടെങ്കിൽ അതിപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അല്ല, വീണ്ടും അത് പരിശോധിക്കണമെന്ന് പറഞ്ഞ് അപേക്ഷ കൊടുത്തപ്പോൾ അതിന് വേറെ സ്പെസിയൻ സൂക്ഷിച്ചിട്ടില്ലായിരുന്നു എന്നാണ് വിശദീകരണം. സാധാരണ സ്പെസിയൻ സൂക്ഷിക്കുന്ന ഇല്ലെന്നാണ് അവർ പറയുന്നത്. തന്നെയുമല്ല, ഇതിനിടയിൽ വേറൊരു സാഹചര്യം ഞാൻ പറയാൻ വിട്ടുപോയി. അതായത് ഈ പറയുന്ന കുട്ടി കൊല്ലപ്പെട്ട രാത്രിയിൽ തൊട്ടടുത്ത മുറിയിലെ വാതിലിൽ ആരോ തട്ടുന്നതായും കതക് തുറന്ന് ഇപ്പോൾ ആളെ കാണാനില്ലാതായതും ആയി ഒരു മൊഴിയുണ്ട്. തന്നെയുമല്ല, ആ വാതിലിൻ്റെ തൊട്ടടുത്ത ഭിത്തിയിൽ ഒരാളുടെ രക്തം പുരണ്ട കൈപ്പത്തിപ്പാടുണ്ടായിരുന്നു. ഈ പറയുന്ന എല്ലാ ചോരപ്പാടുകളും പോലീസ് വരുന്നതിന് മുമ്പ് കന്യാസികൾ കഴുകി വൃത്തിയാക്കിയിരുന്നു, മുറി ഉൾപ്പെടെ. അതെന്തിനു വേണ്ടിയിട്ടാണ്? ആത്മഹത്യ ചെയ്ത് ജീസയുടെ കൈപ്പാടായിരുന്നു, ചോരയായിരുന്നു എന്നാണല്ലോ ഇവർ പറയുന്നത്. എങ്കിലെന്തിനു മാറ്റണം? ഒരു ആത്മഹത്യാ സ്ഥലം അത് അതുപോലെ തന്നെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുറ്റകൃത്യം നടന്ന സ്ഥലം അത് അതുപോലെ തന്നെ പ്രിസർവ് ചെയ്യാൻ ബാധ്യതപ്പെട്ടവരാണ് മെഡിക്കൽ ഗ്രൂപ്പും പോലീസ് ഗ്രൂപ്പും. അതുപോലെ ജിസമോളുടെ ബോഡിയിൽ ഇവരെന്തോ ഈ മരിച്ച ശേഷം ഇവർ എന്തോ മാനിപ്പുലേഷൻ നടത്തതായിട്ടും വായിച്ചു. ബീറ്റാഡിന് ഉപയോഗിച്ചിട്ട് അവിടെ വാജിനൽ ഏരിയയും ബോഡി എല്ലാം ക്ലീൻ ചെയ്തു എന്നാണ് അറിയുന്നത്. അത് ഇവർക്ക് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്താ? അതെ, അത് തന്നെ ഞങ്ങളുടെ ചോദ്യം അത് തന്നെയാണ്. തന്നെയുമല്ല, മെഡിക്കൽ എത്തിക്സ് എന്താണെന്നുള്ളതിനെ കുറിച്ച് പ്രാഥമികമായ അറിവുള്ള ആളുകളല്ലേ ഇവർ. അത് ആ അറിവുള്ള ആളുകൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്? മനഃപൂർവ്വം തെളിവ് നശിപ്പിക്കൽ തന്നെയാണ്. അതിൻ്റെ പേരിലെങ്കിലും മിനിമൽ ഒരു നടപടി ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാവണ്ടായിരുന്നു. ഉണ്ടായോ? എന്തുകൊണ്ടുണ്ടായില്ല? ഇപ്പോൾ ഈ ബെറ്റാഡിൻ വെച്ച് ഇത്തരത്തിലുള്ള ഒരു ക്ലീനിങ് പ്രൊസീജിയർ നടത്തിയത് ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പോലും ഇവർ ശ്രമിച്ചിട്ടില്ല. ഇല്ല. അത് റിപ്പോർട്ടിൽ പറയുന്നുണ്ടോ അങ്ങനെ ബെറ്റാഡിൻ വെച്ചൊരു ക്ലീനിങ് നടത്തിയിട്ടുണ്ടെന്ന്? ഏത് റിപ്പോർട്ടിലാണ് പറയുന്നത്? ഇവയുടെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ട് തന്നെ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു സൂചനയുണ്ട്. ആത്മഹത്യ ചെയ്തതാണെന്ന് നിസ്സംശയം പറയാൻ പറ്റത്തില്ല, പക്ഷേ അല്ല എന്ന് തെളിയിക്കാനുള്ള സാഹചര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് ആത്മഹത്യയാണെന്ന് കരുതാം. കാരണം ഈ കഴുത്തിലെ കശേരുകൾക്ക് യാതൊരു പരിക്കുമില്ലായിരുന്നു, എല്ലാം യഥാസ്ഥാനത്താണെന്നാണ്. ആത്മഹത്യ ചെയ്യുന്ന ഒരു ബോഡിയിൽ അങ്ങനെ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. ഇത് നമ്മൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ബോഡിയിൽ മുറിവ് പറ്റുന്നു, അതുപോലെ തന്നെ ഈ മറ്റൊരാളുടെ ശരീരത്തിലും മുറിവുണ്ടായി, ആ രക്തക്കറ പുറത്തു. അന്നേരം അങ്ങനെ ഒരു പിടിവലിയോ ഒരു അറ്റാക്കോ നടക്കാനുള്ള ഒരു സാധ്യത ഇപ്പോൾ അത്തരം ഒരു അറ്റംപ്റ്റ് വരുമ്പോൾ ജിസമോൾ എതിർക്കാൻ ശ്രമിക്കുകയോ ജിസമോളുടെ കയ്യിൽ അങ്ങനെ എന്തെങ്കിലും? അത് ജിസയുടെ അമ്മ പറഞ്ഞിട്ടുണ്ട്, മിന്നി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, അതായത് പുരുഷന്മാരുടെ ആക്രമണം ഉണ്ടായാൽ ഒന്നും നോക്കണ്ട, ഇതെടുത്ത് പ്രയോഗിച്ചോടി എന്ന് പറഞ്ഞൊരു ചെറിയ പേനാക്കത്തി കൊടുത്തയച്ചിരുന്നു എന്നാണ് പറഞ്ഞു. കാരണം പ്രായമായ പെൺകുട്ടികളുടെ അടുത്ത് മിക്കവാറും കത്തനാന്മാരെ പ്രത്യേകിച്ച് ചൊറിയാൻ ചെല്ലുന്നൊരു പരിപാടി നമ്മുടെ നാട്ടിലുണ്ടല്ലോ. തന്നെയല്ല, അതിന് ഏറ്റവും സഹായകമായ ധ്യാനവും കുംഭസാരവും എന്ന് പറയുന്ന വലിയൊരു കാപട്യമുണ്ടല്ലോ. നോക്കുന്നത് കുറ്റം, ഇരിക്കുന്നത് കുറ്റം, കേൾക്കുന്നത് കുറ്റം, സകലവും കുറ്റം. ആ കുറ്റബോധത്തിൽ നിന്നും ചില രഹസ്യങ്ങൾ പിടിച്ചെടുക്കുകയും അത് വെച്ചുകൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന പരിപാടി. ഒരുപക്ഷെ അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചതായിരിക്കാം ഈ കുട്ടിയെ. വേറൊരു കുട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഉപയോഗിച്ചിരുന്നു എന്നൊരു റിപ്പോർട്ട് ചിലർ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ആ കുട്ടിക്ക് മൊബൈൽ ഫോണൊക്കെ വാങ്ങിച്ചു കൊടുത്ത പുരോഹിതരുണ്ടെന്നാണ് കേൾക്കുന്നത്. കേൾവിയാട്ടോ, ഞാൻ കണ്ടില്ല. അപ്പോൾ ഈ കുട്ടികളൊന്നും ഇതൊന്നും പറയാൻ തയ്യാറല്ല. ആ കുട്ടിക്ക് അവിടെ പ്രത്യേക പ്രിവിലേജ് ഉണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത്.
ഇവിടെ ഉണ്ടായിരുന്ന ഈ ട്യൂട്ടർ, അതായത് കോപ്പി അടിച്ച് പിടിച്ചു എന്ന് പറയപ്പെടുന്ന ട്യൂട്ടറിൻ്റെ കല്യാണം അന്ന് നടന്നിട്ടില്ല. കല്യാണാലോചന നടക്കുമ്പോൾ അതിൻ്റെ ഈ വീടിരിക്കുന്നതിന് പരിസരത്തുള്ള ആളാണ് ആൻ്റണി ചിറ്റാട്ടുകര, അതായത് ബിന്നിയുടെ, അതായത് ഈ മരിച്ച കൊല്ലപ്പെട്ട കുട്ടിയുടെ അമ്മയുടെ അമ്മാവൻ. അയാളോട് പോയി ഈ വീട്ടുകാർ അഭ്യർത്ഥിച്ചത്രേ, ആൻ്റണി സാറേ ഒന്നും ചെയ്യരുത്, എങ്ങനെയെങ്കിലും ഞങ്ങളൊന്ന് ജീവിച്ചു പോകട്ടെ. എന്താ അത് കാരണം? ഒരു കുറ്റവും ചെയ്യാത്ത ഒരാൾ പോയി ഇങ്ങനെ കാല് പിടിക്കേണ്ട കാര്യമാണ്. തന്നെയുമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ബിന്നി അത് പറഞ്ഞെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, കോപ്പി അടിക്കാൻ വേണ്ടി കൊണ്ടുപോയ കടലാസുകൾ തുണ്ടുകളായിരുന്നു എന്ന് ഒരു കൂട്ടർ പറയുന്നു, ഫുൾ ഷീറ്റ് പേപ്പർ അറ്റാച്ച് ചെയ്യാനായിരുന്നു എന്ന് വേറൊരു കൂട്ടർ പറയുന്നു. പോലീസ് ഷീറ്റ് ഒരു തവണ കാണിക്കുന്ന 2 ഷീറ്റ്, പിന്നെ കാണിക്കുന്ന 5 ഷീറ്റ്. ഇതെന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട എവിഡൻസ് അല്ലേ? ഒരു ആത്മഹത്യക്ക് കുട്ടിയെ പ്രേരിപ്പിച്ച കുറ്റമായി പറയുന്ന കോപ്പിയടി എന്ന് പറയുന്നതിന് തെളിവായ ഈ കോപ്പിയടിക്കാൻ ഉപയോഗിച്ച സാധനം സൂക്ഷിക്കുക എന്നുള്ളത് ഏത് മണ്ഡലം ചെയ്യേണ്ട പ്രാഥമികമായ കാര്യമാണ്. അത് കണ്ടെത്താൻ സാധിച്ചു? ഇതുവരെ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുമില്ല. ഈ കണ്ട അന്വേഷണം ലോക്കൽ പോലീസ് അന്വേഷിച്ചു, ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചു, CBI അന്വേഷിച്ചു. ഇവർക്കാർക്കും അതേക്കുറിച്ച് യാതൊരു ആശങ്കയോ അന്വേഷണമോ ഇല്ല. എന്ത് കഷ്ടമാണ്! ഇതൊക്കെയാണ് ഞങ്ങളുടെ മുമ്പിലെ സംശയങ്ങളും ആരോപണങ്ങളും. ഇതിന് ഉത്തരം കിട്ടിയേ പറ്റൂ. അതുപോലെ ഈ ഹോസ്റ്റലിലും ഇതുമായിട്ട് ഈ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ഈ സ്ഥാപനത്തിൽ ഇതിനു മുമ്പ് ഒരു കന്യാസ്ത്രീ ഇതുപോലെ തന്നെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചായിട്ട് കേട്ടത്. അതെന്തായിരുന്നു? ഫിലോമിന എന്ന പേരായ കന്യാസ്ത്രീ മരിച്ചതായിട്ട് പിന്നെയും പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. അവർ ഒരു അവിഹിത ബന്ധത്തിൽ ഗർഭിണിയായതിനെ തുടർന്ന് കൊല്ലപ്പെട്ടതാണെന്നാണ് പറയപ്പെടുന്നത്. അത് ഷോക്കടിച്ച് മരിച്ചതായി വരുത്തി തീർക്കുകയും അതിനുവേണ്ടി തേപ്പോട്ടി കയ്യലോ കാലിലോ കണ്ടുവച്ച് തെളിവുണ്ടാക്കുകയും ചെയ്തതായിട്ടാണ്. അല്ല, അതോടൊപ്പം തന്നെ ഷോക്കടിക്കുകയും വിഷം കഴിക്കുകയും ചെയ്തിരുന്നു എന്ന്. വിഷം കഴിച്ചതായിട്ടാണ് അവിടെ പറയപ്പെടുന്നത്. ഷോക്കടിച്ച് മരിച്ചതായിട്ടാണ് റെക്കോർഡ്. അപ്പോൾ ഇതൊക്കെ സഭ നിരൂപിച്ചാൽ ദൈവത്തിൻ്റെ സ്വന്തം ആൾക്കാരല്ലേ, എന്തും സംഭവിക്കാം, എന്തും നടക്കും. അസാധ്യമായ കാര്യങ്ങളുടെ മധ്യസ്ഥന്മാരാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അതൊക്കെ നടക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അതുകൊണ്ട് നശിപ്പിക്കപ്പെടുന്നത്, നഷ്ടപ്പെടുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ സമ്പത്തും ഭാവിയുമാകേണ്ട ചെറുപ്പക്കാരികളും അതുപോലെ തന്നെ കുടുംബങ്ങളുമാണ്. ഇവരുടെ കാരണം എത്രയോ കുടുംബങ്ങൾ ശിഥിലമായിരിക്കുന്നു, ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ തകർന്നിരിക്കുന്നു. ഇതിനൊരു അറുതി വരുത്തണ്ടേ? ആളുകൾ സ്വയം ബോധ്യപ്പെടുക, ഇതൊരു അപകട മേഖലയാണ്, അങ്ങോട്ട് അടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത്തിരി അകലം പാലിച്ചു വരും. കുർബാന കഴിഞ്ഞിട്ട് ഒന്നോളം ആർക്കും ഒത്തിരിയാത്ത കാര്യമുണ്ടല്ലോ. കുമ്പസാരിക്കുമ്പോൾ എല്ലാ കുറ്റമൊന്നും പറയണ്ടെന്നേ, അത് നമ്മൾ മനസ്തവിച്ചാൽ മതി, വീണ്ടും ആവർത്തിക്കാതിരിക്കാനുള്ള ബോധം അവന്. ഇവരുടെ അടുത്ത് പോയി കുമ്പസാരിക്കുവാൻ ഏത് ബൈബിളിലാണ് പറഞ്ഞിരിക്കുന്നത്? ഏത് തിയോളജി പ്രകാരമാണ് ഇവരുടെ അടുത്ത് ആളുകൾ പോയി? 11-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയെടുത്തതാണല്ലോ. ബ്രഹ്മചര്യം അനുഷ്ഠിക്കാൻ പറഞ്ഞപ്പോൾ അതിനൊരു പരിഹാരമായി അന്നത്തെ പോപ്പ് കണ്ടെത്തിയ മാർഗമാണ് മറ്റുള്ളവരുടെ ഇക്കിളി കഥകൾ കേട്ടിട്ട് സന്തോഷിച്ചോളൂ. അത് പക്ഷേ ഇപ്പോഴുള്ള ആളുകൾ അത് മുതലെടുക്കുന്നു. നമ്മൾ ഈ അടുത്ത കാലത്ത് കേട്ടല്ലോ, നിരവധിയായ ആത്മഹത്യകളും കൊലപാതകങ്ങളും വരെ ഇത്രയും അവിഹിത ബന്ധങ്ങളുടെ പേരിൽ. ഇതിനെല്ലാം മറയായി അല്ലെങ്കിൽ ഇവർക്ക് ശക്തി പകരുന്ന ഒരു സംവിധാനം സുനിൽ പറഞ്ഞതുപോലെ തന്നെ സാമ്പത്തിക ശക്തിയാണ്. പണമുണ്ടെങ്കിൽ എന്തും വിലയ്ക്ക് മേടിക്കാമെന്നുള്ള ഈ രാജ്യത്ത് നമ്മൾ ഏറ്റവും അടുത്ത ദിവസം തന്നെ തെളിവുണ്ടായല്ലോ. ഡൽഹി ഹൈക്കോടതി ജഡ്ജിയുടെ മുറിയിൽ നിന്നും എണ്ണയാൽ ഒടുങ്ങാത്തത്രയും പണം കണ്ടെത്തി എന്ന് പറഞ്ഞപ്പോൾ തന്നെ കാര്യങ്ങൾ ഏതാണ്ട് വ്യക്തമായല്ലോ. നമ്മളൊക്കെ ഇത്രയും കാര്യങ്ങൾ രഹസ്യമായി പറഞ്ഞിരുന്നു, ഇപ്പോൾ അത് പരസ്യമായി എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരു സിനിമാ ഡയലോഗ് പോലെ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാകുന്ന ഈ പറയുന്ന ഹൈക്കോടതിയും സുപ്രീം കോടതിയുമായിട്ടുള്ള ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടാവണം. സുതാര്യമായ സാമ്പത്തിക കാര്യത്തിൽ സുതാര്യത വേണം, ഭരണകാര്യത്തിൽ സുതാര്യത വേണം, ഭൗതികമായ കാര്യത്തിൽ ഭൗതികമായി ജീവിക്കുന്ന ആളുകൾ അധികാരികളാവട്ടെന്നേ. ആത്മീയത്തിൻ്റെ കാര്യം പറഞ്ഞ് നടക്കുന്നവർ ആത്മീയ കാര്യങ്ങൾ നോക്കട്ടെ, അതല്ലേ മാന്യത. ഒരു MLA ഫോണിൽ കൂടെ പറഞ്ഞതുപോലെ അതിനും വേണം ഒരു അന്തസ് വേണം അവിടെ എന്ന് പറയുന്നത് അതിനാണ്. അതായത് ഞങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്താൽ ശരിയാവില്ല, നിങ്ങൾ അറിവുള്ളവർ ചെയ്തോളൂ. ഇപ്പം അതുകൊണ്ടാണല്ലോ നമ്മുടെ സഭയുടെ വലിയ നേതാവായിരുന്ന ആലഞ്ചേരി തമ്പുരാൻ 16 കേസിലെ പ്രതി. പക്ഷേ എങ്കിലും അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഉള്ളിൽ ചിരിക്കുന്നത് ഇതാണ്: ഞാൻ 16 കേസിലെ പ്രതിയാണ്, എനിക്ക് പ്രത്യക്ഷത്തിൽ പദവികളില്ലെങ്കിൽ പോലും ഞാൻ പറയുന്ന പോലെ എൻ്റെ പുണ്യാളികൾ എക്സ്റ്റൻഡ് ഡാമാണ് ഇന്ന് ഭരണം നിയന്ത്രിക്കുന്നതെന്ന് പറയുന്ന പോലെ അദ്ദേഹം തന്നെയല്ലേ ചുരുക്കം പറഞ്ഞാൽ ഇന്ന് സഭയെ നിയന്ത്രിക്കുന്നത്. അതെ, എന്നാണ് എൻ്റെ അറിവ്. എറണാകുളം രൂപതയിൽപ്പെട്ട നിരവധിയായ വൈദികരും ആത്മായ നേതാക്കളും ഞങ്ങളെ ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ അവിടെയെല്ലാം ആരോപണം അതാണ്. ഇദ്ദേഹം ഇപ്പോൾ തൊപ്പി ഊരിയെങ്കിലും
ചെങ്കോലും കിരീടവും അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെയാണ്. പിറ്റാമ്പുറത്തൂടെ ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് നടത്തുന്ന അദ്ദേഹം തന്നെയാണെന്നാണ് അറിയുന്നത്. ഇതിനെ ഒരു കൺക്ലൂഷൻ എന്ന നിലയ്ക്ക് പറയാവുന്നത്, ഒന്ന്, ഈ സഭകളുടെ കയ്യിലുള്ള പരിധിയില്ലാത്ത സമ്പത്തും പരിധിയില്ലാത്ത അധികാരവും ഉപയോഗിച്ച് നടത്തുന്ന ഒരു സമാന്തര ഒരു സംവിധാനം, സർക്കാരിനെ പോലും വിലക്കെടുക്കാവുന്ന, ഈവൻ അവരുടെ സഭയിൽ മാത്രമല്ല ഭരണ സംവിധാനങ്ങൾ പോലും അവരുടെ പിണിയാളുകൾ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനത്തിൽ ഇവരുടെ കയ്യിലുള്ള പരിധിയില്ലാത്ത സമ്പത്ത്, അത് വരുന്ന മാർഗം എന്ന് പറയുന്നത് ഒന്ന് ഈ പറയുന്ന ഈ അടിമ വിശ്വാസികൾ കൊണ്ട് ഇട്ടുകൊടുക്കുന്ന ആ പണം. ഇതിനൊക്കെ ഒരു അക്കൗണ്ടബിലിറ്റിയും ഇതിനൊക്കെ ഒരു ട്രാൻസ്പെറൻസിയും സംവിധാനവും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ പല ജിസമ്മോളെ പോലെ പല കുഞ്ഞുങ്ങളുടെയും ജീവിത ഇവന്മാർ കശക്കേറിയും പല കുടുംബങ്ങളെ ഇവന്മാർ നശിപ്പിക്കും, പല തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ ഇവർ നടത്തും. പക്ഷേ ആ പണം ഉപയോഗിച്ച് തന്നെ ഇവർ അത് ചെയ്യും, ആളുകളെ നിശബ്ദരാക്കും, ഇവിടെയുള്ള സംവിധാനങ്ങളെ നിശബ്ദരാക്കും. അതിന് വിശ്വാസികളെന്ന് പറയുന്ന അടിമജനങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ യാതൊരു കാരണവശാലും ഇവർക്ക് പരിധിയില്ലാത്ത സമ്പത്ത് നൽകുവാൻ അനുവദിക്കരുത്. സർക്കാർ സംവിധാനങ്ങളെ സംബന്ധിച്ചോളം ഇവരെ ഒരു വോട്ട് ബാങ്ക് എല്ലാം ഇവരുടെ കയ്യിലാണ് എന്ന് കരുതി ഇവർക്ക് വേണ്ടുന്ന സംരക്ഷണം ഒരുക്കി ഒരു സമാന്തര സംവിധാനമായി ഇവരെ വളരാൻ അനുവദിക്കാതിരിക്കുക, ഇവരുടെ എല്ലാ അക്കൗണ്ട് സംബന്ധമായ കാര്യങ്ങൾക്കകത്തും ഒരു അക്കൗണ്ടബിലിറ്റിയും ട്രാൻസ്പെറൻസിയും കൊണ്ടുവരാനുള്ള ചർച്ച ആക്ട് പോലുള്ള ഇവരെ വരുതിയിലാക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള നിയമ സംവിധാനങ്ങൾ ഇവിടെ കൊണ്ടുവന്നില്ല എങ്കിൽ ഇതുപോലെ കുടുംബങ്ങൾ തകർക്കപ്പെടും, നിരപരാധികളായ കുഞ്ഞുങ്ങൾ പിച്ചു ചീന്തപ്പെടും. അല്ല, ഇവിടെ പരാമർശിച്ച എല്ലാ കാര്യങ്ങളും വളരെ പ്രസക്തമാണ്. അത് ബോധ്യപ്പെടാത്ത ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴും ഈ അധികാരത്തിൻ്റെ പിന്നാമ്പുറത്ത് കടിച്ചു തൂങ്ങുന്നു എന്നുള്ളതാണ് ഇവരെ സംരക്ഷിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം. വോട്ട് ബാങ്ക് ഇവരുടെ കയ്യിലാണെന്നുള്ള തെറ്റിദ്ധാരണ പാർട്ടികൾക്കും ഭരണ സംവിധാനത്തിനും ഉണ്ടായിപ്പോയി എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ എല്ലാ പാർട്ടികളും തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇവരുടെ അരമനവാദത്തിൽ പോയി കാത്തുകെട്ടി കിടക്കല്ലേ, അടുക്കളപ്പുറത്ത് പോയി എച്ചിൽ തിന്ന് കഴിയുന്നൊരവസ്ഥയല്ലേ. പുറത്ത് എത്ര ആദർശം പറയുന്നവരും സമയമാകുമ്പോൾ അവിടെ പോയി തലകുമ്പിട്ട് നിൽക്കുന്നൊരവസ്ഥയുണ്ട്. അതിന് കാരണമാകുന്നത് പണം കൊണ്ട് എന്തും പിടിച്ചടക്കാമെന്നുള്ളൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ച ഇവരുടെ സാമർഥ്യമാണ്. കോടതിയെ വിലക്കെടുക്കാന്ന് പറഞ്ഞാൽ പണം കൊടുത്തല്ല, ഏറ്റവും വില കൂടിയ വക്കീലിനെ വെച്ച് വാദിക്കുമ്പോൾ കോടതിക്ക് സ്വാഭാവികമായിട്ടും ഒരു ചായ്വ് ഉണ്ടാവുക യാദൃച്ഛികമൊന്നുമല്ല, അതങ്ങനെ സംഭവിക്കും. അതങ്ങനെയാണ് വിലക്കെടുക്കുന്നത്. അതിന് പ്രാപ്തരാക്കുന്ന ഈ വിശ്വാസികളാണ് ആദ്യം തിരിച്ചറിയേണ്ടത്. നമ്മുടെ പണം നമുക്കെതിരെ പ്രയോഗിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മൾ കൊടുത്ത് നേർച്ചപ്പണം കൊണ്ടാണ് നമ്മളെ കേസ് പ്രതിയാക്കി, അല്ലെങ്കിൽ നമ്മളെ പരസ്യമായി അപമാനിച്ച് ഈ മദ്ബഹ എന്ന് പറയുന്ന വിശുദ്ധമായ സ്ഥലത്ത് കയറി നിന്നിട്ട് പരസ്യമായി ചീത്ത പറയുന്ന എത്രയോ ആളുകളെ പേരെടുത്ത് വിളിച്ച് കുറ്റം പറഞ്ഞ വിശ്വാസികളുടെ വിയർപ്പോടുണ്ടാക്കിയ പള്ളി, വിശ്വാസികളുടെ ചിലവിൽ കഴിയുന്ന പൗരോഹിത്യവർഗം, വിശ്വാസികൾ നൽകുന്ന പണം കൊണ്ട് ഇവരുടെ എല്ലാ ദൈനംദിന പ്രവർത്തനങ്ങളും എല്ലാ ഡെവലപ്മെൻറ്റ് പ്രവർത്തനങ്ങളും മറ്റു പ്രസ്ഥാനങ്ങളും എല്ലാം ഉണ്ടാക്കുന്നു. അവസാനം ആ വിശ്വാസിയെ തന്നെ ഇവന്മാർ പിച്ച് ചീന്തുന്നു. അത് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ വിശ്വാസി നൽകിയ അവൻ്റെ നേർപ്പിച്ച പണം എടുത്ത് കേസുകൾ നടത്തുന്നു, അട്ടിമറിക്കും. പള്ളി പണിത കണക്ക് ചോദിച്ച വിശ്വാസിയെ അൾത്താരയുടെ മുമ്പിൽ മദ്ബഹയിൽ ഇട്ട് അടിച്ച് കൈയൊടിച്ച കത്തനാരുണ്ട് ഈ നാട്ടിൽ. എന്ത് പുണ്യമാണ് ഇവർ പ്രസംഗിക്കുന്നത്? പെണ്ണ് കെട്ടാൻ വേണ്ടി അൾത്താരയുടെ മുമ്പിൽ ഒരുങ്ങി നിന്ന ചെറുക്കനോട് നീ പള്ളി പണിക്ക് 3.25 ലക്ഷം രൂപ തരാനുണ്ടായിരുന്നു, അത് തന്നാലേ നിന്റെ താലികെട്ട് നടക്കുള്ളൂ എന്ന് പറഞ്ഞ് നിന്ന നിലയിൽ പിരിച്ചു മേടിച്ച കത്തനാരുണ്ട്. തലയോസല്ല, പെണ്ണ് കെട്ടാനായി താലിയുമായി ആൾക്കാരുടെ മുമ്പിൽ പെണ്ണും ചെറുക്കനും ഒരുങ്ങി നിൽക്കുമ്പോൾ പറഞ്ഞ ഡയലോഗാണ്. ഇവർക്ക് മനുഷ്യത്വം പറയുന്നുണ്ടോ? അല്ല, അതിനൊക്കെയാണെന്ന് പറയുന്നത്. നമുക്ക് വിശ്വാസികളെന്ന് പറയുന്നവൻ, നമ്മൾ പറയുന്ന ഒരു ടൈമുണ്ട്, വെറും മൊണ്ണകളായി പോകുന്ന അവസ്ഥ, വെറും അടിമകളായി പോകുന്ന അവസ്ഥയിൽ നിന്നും വിശ്വാസി മാറി ഈ പറയുന്ന പോലെ ഈ കത്തനാരിമാരുടെയും പള്ളികളുടെയും മുന്നിൽ പോയി അടിമയായി നിൽക്കാതെ തന്നെ ഇത് പള്ളികളെന്ന് പറയുന്നത് എൻ്റെയാണ്, ഇത് നമ്മൾ മറ്റൊരു സർവീസിന് വിളിക്കുന്ന പോലെ, നമ്മളൊരു പ്ലംബറെയോ മേസനെയോ ഒരു സർവീസിന് വിളിക്കുന്ന പോലെ തന്നെ എൻ്റെ ഇത്തരത്തിലുള്ള ഈ സോ കോൾഡ് ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി തരുന്ന എംപ്ലോയി മാത്രമാണെന്നൊരു തിരിച്ചറിവ്. കൂലിക്കാരനാണ്, പച്ചമലയാളത്തിൽ പറഞ്ഞാൽ കൂലിക്കാരനാണ്, ഒരു തൊഴിലാളിയാണ് പുരോഹിതൻ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പറയുന്നത് ഇവരൊരു കൂതാശ തൊഴിലാളിയാണ്, അല്ലെങ്കിൽ ഒരു കൂതാശ അല്ലെ തൊപ്പി തൊഴിലാളിയാണ് ഇവരെന്ന് ഉള്ള ബോധം വിശ്വാസിക്കുണ്ടായി. നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റണം. എൻ്റെ ആവശ്യം ഇതാണ്, എൻ്റെ ആവശ്യം നിർവഹിക്കുന്നതിന് ഇതാ എൻ്റെ തച്ച് ഇതാ പിടിച്ചു, കല്യാണം നിർവഹിച്ചു അതിനുള്ള തച്ച് ഇതാ പിടിച്ചു, അല്ലെ മരണകർമ്മം നടത്തി, അല്ലെ നമ്മുടെ ഈ പറയുന്ന സോക്കോളുടെ ആവശ്യങ്ങൾ നടത്തി കഴിഞ്ഞാൽ അതിനുള്ള തച്ച് പിടിക്കുക പോവുക. അതിനപ്പുറത്തേക്ക് ഇതിനകത്തൊരു ആത്മീകമാണെന്നോ ദൈവികമാണെന്നോ ഇതിനകത്തൊരു ആത്മീയതയുമില്ല, ദൈവികതയുമില്ല. ഉണ്ടെങ്കിൽ തെളിയിക്കട്ടെന്ന്, ആത്മീയത ഉണ്ടെങ്കിൽ തെളിയിക്കേണ്ട സാഹചര്യത്തിൽ തെളിയിക്കണമല്ലോ. സ്വർഗമില്ല എന്നും ദൈവമില്ല എന്നും നമ്മളെ പഠിപ്പിക്കുന്നത് ഇവരാണ്.
വേദപാഠത്തിന് പഠിപ്പിക്കുന്നുണ്ട്, ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് ഇവരാണ് ദൈവവിശ്വാസം ഇല്ലാത്ത ആളുകൾ. കാരണം ഒരു വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ടറിയാം എന്ന് പറഞ്ഞ പോലെ ഇവരിൽ നിന്നും ഉണ്ടാകുന്ന ഫലങ്ങളും പ്രവൃത്തികളും ഇതാണ്. അന്നേരം ഇതൊരു ദൈവികമായ ഒരു ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണെങ്കിൽ ഇത്തരത്തിലുള്ള നീച പ്രവർത്തികൾ ചെയ്യാൻ ഇവർക്ക് സാധിക്കുമോ? സാധിക്കില്ല. മനസാക്ഷി എന്ന് പറയുന്ന സംഗതി ഉണ്ടായാൽ മതി, ദൈവവിശ്വാസം ഒന്നും വേണ്ട, വെറും മനസാക്ഷി മതി. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ മത്തായിയുടെ സുവിശേഷം 23 വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത് അതേ ഉള്ളൂ. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അണലി സന്തതികളെ, നിങ്ങൾ ഇനിയെങ്കിലും മാനസാന്തരപ്പെടും. നന്ദി. പരമ്പരയുടെ 4ാം ഭാഗം നാളെ മറക്കാതെ കാണുക, ഷെയർ ചെയ്യുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.